ലതഅഖിദ് ഖൽബക ബിൽ മാൽ. സമ്പത്തുമായി നിന്റെ ഹൃദയത്തിനെ കെട്ടിക്കൂട്ടി വെക്കണ്ട. നമ്മളവസ്ഥ എന്താ? നമ്മൾ അതുകൊണ്ടല്ലേ കെട്ടിക്കൂട്ടി വെക്കണ്. പിന്നെ എങ്ങനെ ക്ലിയർ ആവും കൽബ്? ഫഇന്നൽ മാല ആരിയത്തുൽ യൗമി ലക്. നിന്റെ സമ്പത്തുണ്ടല്ലോ, അത് ഇന്ന് നിനക്ക് നിന്റെ കയ്യിലൊരു വായ്പ വസ്തുവിനെ പോലെ. നമ്മൾ ആരോടെ എന്നെ വായ്പ വാങ്ങി തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? ഒരു വായ്പ വസ്തുവിനെ പോലെയാണ് നിന്റെ വീട്, നിന്റെ പറമ്പ്, നിന്റെ വാഹനം, നിന്റെ സകല സമ്പത്തും. നാളെ നീയല്ലാത്ത ആളുകൾക്ക് വേണ്ടി, ചിലപ്പോൾ നമ്മളെ ശത്രുക്കൾക്ക് വരെ കിട്ടും. ശരിക്കുള്ള അവകാശികളൊന്നും ഇല്ലെങ്കിൽ അവകാശികൾ വേറെയും കുറേ ഉണ്ടല്ലോ. ശ്രദ്ധിക്കണം. സമ്പത്തിൻ്റെ പിന്നാലെ ഓടിയിട്ട് ആഖിറം നഷ്ടപ്പെടുത്തരുത്, ദീൻ നഷ്ടപ്പെടുത്തരുത്. സമ്പത്ത് കുറച്ച് കാലം നമ്മൾ വില പിടിച്ചാൽ അത് പിന്നെ നമ്മൾ വേറെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിന്റെ നഫ്സിനെ ക്ഷീണിപ്പിക്കണ്ട. ബിമാലി വൈരിക്ക. മറ്റൊരാൾ പിടിക്കാൻ പോകുന്ന സമ്പത്തും കൊണ്ട് നമ്മൾ പറ്റേണ്ട എരപ്പാൻ നിൽക്കണ്ട. കൃത്യമായിട്ട് ഇസ്ലാമികമായിട്ട് ബന്ധം മതി സമ്പത്തിനോട്.